വന്ന് വന്ന് എൻ്റെ വീഡിയോസ് കുക്കിംഗ് വീഡിയോസായി മാറുവാണോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല. കാരണം ഈയിടെയായിട്ട് ഫുള്ള് ഇതുപോലെ രാത്രിയിൽ ഓരോന്നുണ്ടാക്കി തിന്നുന്നതും അതിൻ്റെ റെസിപ്പീസിൻ്റെ വീഡിയോസ് തന്നെയാണ് ഇടുന്നത്. അല്ലെങ്കിലും ഈ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കസിൻസ് കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തി നൂഡിൽസാണ്. ചപ്പാത്തി കുറച്ചിങ്ങനെ കട്ട് ചെയ്തിട്ട് ഉള്ളിയിലിട്ട് വഴറ്റുന്ന സാധനം. പിന്നെ ഇവളിത് എനിക്കറിഞ്ഞൂടാത്ത ഇതൊക്കെ കുറേ ട്രിക്സൊക്കെ ചെയ്യുന്നുണ്ട്. അത് പിന്നെ അടുക്കളയിൽ കയറിയാലല്ലേ ഇങ്ങനത്തെ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കിട്ടത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്കാണ് ഇന്ന് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടാണല്ലോ എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ പോയിട്ടൊരു ബനാന കേക്ക് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. ഈ ഉണ്ടാക്കി തരുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പുവാണ് ഉണ്ടാക്കുന്നത്. ഇവക്ക് വെറും 13 12 അത്ര വയസ്സത്രേ ഉള്ളൂ. 6ാം ക്ലാസ്സിലെന്തോ പഠിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയൊക്കെ എടുത്തിങ്ങനെ സഹായിക്കാറുണ്ട്. പിന്നെ റെസിപ്പി അങ്ങനെ പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഓരോ കുക്കിംഗ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. അവളവിടെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് അച്ചാർ തിന്നാൻ താത്തിയെന്നും പറഞ്ഞ് ഐറു എന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ കൂട്ടിരുന്ന് കുറച്ച് അച്ചാറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ ഭയങ്കര കാര്യമായിട്ടായിരുന്നു കേട്ടോ. ഭയങ്കര സീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു തരുന്നില്ലെന്നേ. ഒടുക്കത്തെ ജാടയായിരുന്നു അവൾക്ക്. പിന്നെ ഉണ്ടാക്കി തരുന്നതല്ലേന്ന് വെച്ചിട്ട് ഞാനും അങ്ങ് മൈൻഡ് ചെയ്തില്ല. ജാടയൊക്കെ സഹിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിൻ്റെ ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് വെച്ചു. അതിനിടയ്ക്കാണ് ഞങ്ങൾ ഇൻട്രോ പറയാമെന്നും പറഞ്ഞ് കുറച്ച് നേരം വീഡിയോയൊക്കെ എടുത്തു. പിന്നെ അതങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മളതൊന്നും ഓൺ വോയിസ് ഇടുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് വെറുതെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ അതുകൂടി കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി കുളമാക്കിയേക്കാമെന്ന് വെച്ചു. കുളമാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ. ആദ്യം കട്ട് ചെയ്തിട്ടപ്പോൾ കുറച്ച് വലിയ പീസായതുകൊണ്ട് പിന്നെ അതൊന്നും കൂടി എടുത്ത് കുഞ്ഞുകുഞ്ഞാന്നരിഞ്ഞ് കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചു. ഇനിയൊരു ഓവൻ മേടിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കിട്ടിയപ്പോഴത്തേക്കും ബേക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ വെയിറ്റ് ചെയ്ത് താത്തി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് നോക്കിയിരിക്കുന്നുണ്ടല്ലേ. കൊള്ളായിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷേ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നിയായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് തീർത്തു.